നമ്മളിവിടെ നമ്മുടെ വടക്കേക്കാട് സൈറ്റിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്നിവിടെ ഫോം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കോൺക്രീറ്റിന് മെയിൻ സ്ലാബ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള ഫോം വർക്കാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഫോം വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലൈവുഡും യൂസ് ചെയ്യാറുണ്ടെന്ന്. നമ്മൾ ഷീറ്റാണ് ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഷീറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ഒന്നുകൂടെ സ്മൂത്ത് ഫിനിഷിങ് റിസൾട്ട് കിട്ടും നമുക്ക് ഈ ഒരു പ്ലൈവുഡിന്റെ ഷീറ്റ് വെച്ചിട്ട് ഫോം വർക്ക് ചെയ്തെടുത്ത് കോൺക്രീറ്റിന്. അപ്പോൾ നമുക്കൊരു പക്ഷേ പ്ലാസ്റ്ററിങ് വരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ജാക്കി സ്പാനി യൂസ് ചെയ്തിട്ട് ഷീറ്റ് ഉപയോഗിച്ച് സെന്ററിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഗ്യാപ്പുകൾ കൂടുന്നു, ജോയിന്റ്സുകൾ കൂടുന്നു. ഒരു മീറ്റർ ലെങ്ത്തിലും 50 സെന്റിമീറ്റർ വീതിയിലും വരുന്ന ഷീറ്റ് ആയതുകൊണ്ട് ആ ഗ്യാപ്പിനെ നമ്മൾ ഇതുപോലെ ടാപ്പ് ഉപയോഗിച്ച് അടച്ചതിന് ശേഷം ഗ്രൗട്ട് ലീക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതുപോലെ അതിനെ നമ്മൾ പ്ലാസ്റ്ററിങ് ഇല്ലാതെ ആ ഒരു ഗ്രിഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ഇല്ലാതെ നമ്മൾ സ്മൂത്ത് ഫിനിഷിംഗ് ആക്കി എടുക്കാറുണ്ട്. അതിനേക്കാളും ബെറ്റർ റിസൾട്ടിന് വേണ്ടി ഇതുപോലെ ഗ്രിഡ്സ് വരാതിരിക്കാനും അതുപോലെ സ്മൂത്ത് ഫിനിഷിങ്ങിനും പ്ലാസ്റ്ററിങ് ഒരു പക്ഷെ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പ്ലൈവുഡ് കൊണ്ട് ഈ ഒരു റിസ്കി ആയിട്ടുള്ള കോൺക്രീറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ ജോയിന്റ് ഗ്യാപ്പ് വളരെ കുറവാണ് വരുന്നിടത്തെല്ലാം നമ്മൾ സിലിക്കോൺ ഇട്ടിട്ട് അതിന്റെ ഫില്ല് ചെയ്തിട്ടാണ് കോൺക്രീറ്റ് ഇടുന്നത്. അപ്പൊ നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് റിസൾട്ടായി ലഭിക്കുന്നു. ഇവിടെ നമ്മൾ നോർമലായി ഷീറ്റ് ഉപയോഗിച്ചിട്ടും സെന്ററിങ് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ പ്ലാസ്റ്ററിങ് വേണ്ടിടത്തും അതുപോലെ തന്നെ നോർമൽ ഡിസൈൻ വരുന്നിടത്തുമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സെൻട്രിങ് പ്ലൈ അഥവാ ഫിലിം ഫേസ്ഡ് പ്ലൈ ആണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 18 mm ആണ്. ഇതിൻ്റെ സൈസ് 8.4 ഫീറ്റിലാണ് സൈസ് വരുന്നത്. ഷീറ്റ് ഉപയോഗിച്ചുള്ള സെൻട്രിങ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്ലൈവുഡിൽ സെൻട്രിങ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷീറ്റിനെ അപേക്ഷിച്ച് പ്ലൈവുഡിന് സ്ട്രെങ്ത് കുറവായതുകൊണ്ട് തന്നെ സെൻട്രിങ് ആൻഡ് ഷട്ടറിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രോസ് സെക്ഷനുകളും അതിനനുസൃതമായി വെർട്ടിക്കൽ സപ്പോർട്ടുകളും കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്നു. വുഡൻ റണ്ണറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രോസ് സെക്ഷനുകളും കൂടുതലായി ഉപയോഗിക്കേണ്ടതായി വരുന്നു. 50 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ക്രോസ് സെക്ഷനുകൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. ഷീറ്റിനെ അപേക്ഷിച്ച് ക്രോസ് സെക്ഷനുകൾ കൂടുതലായി ഉപയോഗിക്കേണ്ടതായി വരുന്നു. അതുപോലെ തന്നെ വുഡൻ റണ്ണറുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം അതിനനുസരിച്ച് സപ്പോർട്ടുകളും കൂടുതലായി ഉപയോഗിക്കേണ്ടതായി വരുന്നു എന്നുള്ളത് തന്നെയാണ് എക്കണോമിക്കൽ ഇതിനൊരു ചെറിയൊരു ഡിഫക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ പ്ലൈവുഡ് ഉപയോഗിക്കുന്നത് തന്നെ എക്കണോമിക്കൽ ഒരു എക്സ്പെൻസ് ആണ്. അതോടൊപ്പം പ്ലൈവുഡ് നമ്മൾക്ക് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം റീയൂസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്നിരുന്നാൽ പ്ലൈവുഡിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ നമ്മളുടെ ഡിസൈനിനും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ടിനും ആസ്പദമായി നല്ലൊരു റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരു സ്മൂത്ത് ഫിനിഷിങ്ങിനും വേണ്ടിയാണ് ഈ ഒരു പ്ലൈവുഡ് ഉപയോഗിച്ച് സെൻറ്ററിങ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു എന്തെങ്കിലും റിസൾട്ട് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണും വരേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ.